നാട്ടിലൊക്കെ ഉള്ളവരിങ്ങനെ ബസ് സ്റ്റാൻഡിലൊക്കെ വെച്ച് കാണുമ്പോൾ അച്ഛനോട് പറയും ചെറുക്കൻ പഠിച്ചതല്ല, എന്നിട്ട് ഇവനെന്തിനാ ഈ ബസ്സിലൊക്കെ ബുക്ക് വയ്ക്കാൻ നടക്കുന്നത്, ട്രെയിനിലൊക്കെ പോകുമായിരുന്നു. അപ്പോൾ കാണുമ്പോൾ ആൾക്കാർ എന്നെ ഇങ്ങനെ മോട്ടിവേഷൻ കണക്ക് പറയും, മോനെ ഇതൊക്കെ നീ വിട്ടിട്ട് നീ ഗൾഫിൽ പോയി ഒരു വീടൊക്കെ ജോലി ചെയ്യും, നീ പഠിച്ചത് നിനക്ക് നല്ല മാർക്കൊക്കെ ഉള്ളതല്ലേ. അപ്പം ഞാൻ പറയാം അത് ഓക്കെയാണ്, പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു എനിക്ക് ആസ് എ മെക്കാനിക്ക് ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ രാവിലെ പോയി വണ്ടിപ്പണിയൊക്കെയാണ്. അപ്പോൾ എപ്പോഴും കൈയുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്പാനർ മിക്കപ്പോഴും തെന്നുമ്പോൾ ഒരു മുറിവുണ്ടാവും. അപ്പോൾ ഇത് എപ്പോഴും പെയിനാണ് എനിക്ക്. അത് പെയിൻ രണ്ട് രീതിയിലാണ് പെയിൻ, ഒന്ന് നമ്മുടെ പുറത്തും ഒന്ന് അകത്തും. അതായത് ഞാൻ ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യുന്നു, പിന്നെ എൻ്റെ ഇതല്ല എന്നുള്ളത്. അപ്പോൾ ആ പെയിൻ ഞാൻ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടത്. ആ ഒരു സാധനത്തിൽ നിന്നിട്ടാണ് ഓജോബോർഡ് സെൽഫ് പബ്ലിഷ് ചെയ്തതും. ആരൊക്കെ കളിയാക്കിയാലും കുഴപ്പമില്ല, എനിക്ക് എവിടെ പോയാലും കുഴപ്പമില്ല, എൻ്റെ ബുക്ക് ആൾക്കാരിലേക്ക് എത്തണമെന്ന് തോന്നി. അങ്ങനെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ഇടും, ഞാൻ ഇന്ന ബസ് സ്റ്റാൻഡിലുണ്ടാവും. ചില ആൾക്കാർ വാങ്ങും, ഇല്ലെങ്കിൽ കൺവിൻസ് ചെയ്യും, ഇതിൻ്റെ പകുതി പൈസക്ക് തരാം. അങ്ങനെ ആദ്യത്തെ ബുക്കും രണ്ടാമത്തെ ബുക്കും സെൽഫ് പബ്ലിഷ് ചെയ്തു. മൂന്നാമത്തെ ആയപ്പോഴേക്കും ഈ പറഞ്ഞ അഖിൽ പി ധർമ്മജൻ എന്ന് പറഞ്ഞ ഒരു ഓതറിനെ കുറച്ച് പേരെങ്കിലും, ഒരു 50 പേരെങ്കിൽ 50 പേര് അറിഞ്ഞ് ബുക്ക് സ്റ്റാൾസിൽ വന്നിട്ട് അന്വേഷിക്കാൻ തുടങ്ങി, ഈ ബുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഓജോബോർഡ്, മെർക്കുറി ഐലൻഡ്. ആ ഒരു കോൺഫിഡൻസിലാണ് DC ബുക്സും മൂന്നാമത്തെ ബുക്ക് പബ്ലിഷ് ചെയ്തത്. റാം കെയർ ഓഫ് ആനന്ദി ഇപ്പോൾ ജസ്റ്റ് ഇന്നലെ 4 ലക്ഷം കോപ്പികൾ ക്രോസ് ചെയ്തു. ഇപ്പോൾ അവാർഡും കിട്ടി. അപ്പോൾ അതങ്ങനെ ആ ഒരു ജേർണി പോകുന്നു. ഇതൊരു എല്ലാവരും പെട്ടെന്ന് നോക്കുമ്പോൾ വിചാരിക്കും ഇവനൊന്നും പെട്ടെന്ന് ഒരു ചാടി കയറ്റാമെന്ന് വിചാരിക്കും. പക്ഷേ അല്ല, ഒരു 10 വർഷത്തെ സ്ട്രഗിളുണ്ട് ഇതിൻ്റെ പിന്നിൽ. 10 വർഷം ഈ സ്ട്രഗിൾ ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഒരു വൈറലെന്നോ അല്ലെങ്കിൽ ബെസ്റ്റ് സെല്ലറെന്നോ ഒക്കെ അറിയപ്പെടുന്നത്.